നാളെ ലീവ് ദിവസം ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള വരവാണ്. 10 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് നെസ്റ്റോയിൽ പോയി സാധനമായി തിരിച്ചു വരുമ്പോഴത്തേക്ക് 12 മണിയാണ്. രാത്രി 12 മണിക്കും ചൂടിനൊരു കുറവില്ല കേട്ടോ. ഞങ്ങൾ വേർത്ത് കുളിച്ച് ആകെ ഒരു പരുവായിട്ടാണ് റൂമിലെത്തിയത്. ഉച്ചക്കുണ്ടാക്കിയ പരിപ്പ് കറി ചൂടാക്കാന്ന് വിചാരിച്ച് കിച്ചണിൽ കയറി നോക്കിയപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഇവർ ഉലുവയും ജീരകമൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ്. എന്തിനാ വിചാരിച്ചാൽ കൊളസ്ട്രോളും ഷുഗറൊക്കെ മാറുന്ന പറയുന്നത്. പടച്ചോൻ അറിയത് കുടിച്ചാൽ കൊളസ്ട്രോളും ഷുഗറൊക്കെ മാറുമോ എന്നുള്ളത് വിശ്വാസം അതല്ലേ എല്ലാം. ഇവരെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയട്ടെ. എന്തിനായാലും ഞാൻ എൻ്റെ പരിപ്പ് കറിയും ചൂടാക്കി കുബൂസും കൂട്ടിയിട്ട് സുഖസുന്ദരമായിട്ട് തിന്ന് കിടന്നുറങ്ങി. നാളെ രാവിലെ എണീച്ച് നേരെ നോക്കിയത് യൂട്യൂബിലേക്കാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും എങ്ങനെ ഉണ്ടാക്കാം. നാട്ടിൽ നിന്ന് കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയാത്ത നമ്മളാണ് ഇവിടെ വന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കും. യൂട്യൂബാണ് കേട്ടോ എല്ലാത്തിനും കാരണം. യൂട്യൂബിൽ കണ്ട പോലെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എന്താവും എന്നുള്ളത് പടച്ചോനറിയാം. നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത പരിപാടി ചിക്കൻ കറി വെക്കണം. ചെറുപയർ കറിയും കൂടെ വെക്കണം. ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് ഏകദേശം റെഡി ആയപ്പോൾ ആ സമയം കൊണ്ട് ചെറുപയർ കുക്കറിൽ 3 വിസിൽ കുക്കറിൽ അടിച്ചപ്പോഴത്തേക്ക് സംഭവം ചെറുപയർ വറവിടാനുള്ള ചെറിയുള്ളി അരിയലാണ് അടുത്ത ടാസ്ക്. ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം. ചെറിയുള്ളി, ചുവന്നമുളക്, കറിവേപ്പില എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വറവിടല്. ഇതില്ലെങ്കിൽ കറി അങ്ങോട്ട് പൂർണ്ണമാവൂല. അടുത്ത പരിപാടി ചിക്കൻ കറി വെക്കലാണ്. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്റെ പെണ്ണുങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയാൽ ഒരു രക്ഷയുണ്ടാവില്ല. കാരണം നാട്ടിൽ നിന്ന് കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയാത്ത ഞാനാണ് ചിക്കൻ കറി വെക്കുന്നത്. എന്ത് തന്നെ ആയാലും എല്ലാം അടിപൊളിയായി.